നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 264th day. Today 35th sloka of 4th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 264 ദിവസം. ഇന്ന് 4ാമത്തെ അധ്യായത്തിലെ 35ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 4ാമത്തെ അധ്യായത്തിലെ 35ാമത്തെ ശ്ലോകം. ശൃണു വിപ്രമയാപ്തേദ്യ പ്രാരബ്ധം തു വിലോകിതം സപ്തജന്മാവധി തവ പുത്രോ നൈവ ജനൈവ ച. ശൃണു വിപ്രമയാതീദ്യ പ്രാരബ്ധം തു വിലോകിതം സപ്തജന്മാവധി തവ പുത്രോ നൈവ ജനൈവ ച. ഓം തത്സത്. ആ സന്യാസി നന്നായി വിചാരം ചെയ്ത് ആ ബ്രാഹ്മണനോട് വീണ്ടും ഇപ്രകാരം പറഞ്ഞു. അല്ലയോ ബ്രാഹ്മണ, ഞാൻ പറയുന്നതിനെ ശ്രദ്ധിച്ചു കേൾക്കുക. നിൻ്റെ പ്രാരബ്ധത്തെ, കർമ്മത്തെ ഞാനിപ്പോൾ നന്നായിട്ട് കണ്ടറിഞ്ഞു. അതായത് അദ്ദേഹത്തിൻ്റെ മുഖം വായിച്ചു കൊണ്ട് തന്നെ ആ സന്യാസിക്ക് അദ്ദേഹത്തിൻ്റെ പ്രാരബ്ധ കർമ്മങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. 7 ജന്മം കഴിയുന്നതുവരെ നിനക്ക് പുത്രൻ ജനിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ പൂർവ്വ പ്രാരാബ്ധ കർമ്മങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് 7 ജന്മം വരെ പുത്രന്മാർ ഉണ്ടാവുകയില്ല എന്നാണ് ആ സന്യാസി ആ ബ്രാഹ്മണനെ നോക്കി കണ്ടറിഞ്ഞ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുത്രന്മാർക്ക് വേണ്ടിയുള്ള നിൻ്റെ ഈ ശ്രമം ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ആ സന്യാസി ബ്രാഹ്മണനോട് പറഞ്ഞത്. എനിക്ക് 7 ജന്മം കഴിയുന്നതുവരെ പുത്രന്മാർക്കുള്ള യോഗം കാണുന്നില്ല എന്നാണ് നിൻ്റെ മുഖം വായിച്ചറിഞ്ഞിട്ട്, നിൻ്റെ കർമ്മങ്ങളെ പറ്റി അറിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായത് എന്നാണ് പറയുന്നത്. ശൃണു എന്ന് പറഞ്ഞാൽ കേൾക്കുക. എൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. പ്രാരബ്ധം കൊണ്ട് നിൻ്റെ പ്രാരബ്ധം ആലോകനം ചെയ്തതിനാൽ എനിക്ക് മനസ്സിലാവുന്നത് നിനക്ക് 7 ജന്മം വരെ പുത്രൻ ഉണ്ടാവുകയില്ല എന്ന് വീണ്ടും വീണ്ടും പറയാം. അതായത് ഉണ്ടാകുവാൻ സാധ്യത ഒട്ടും തന്നെ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ശൃണു വിപ്രമയാതേദ്യ പ്രാരബ്ധം തു വിലോകിതം സപ്തജന്മാവധി തവ പുത്രനൈവ ജനൈവ ച. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സംശയം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. Thank you for watching. All the best. Have a very nice day. God bless you. ദൈവം അനുഗ്രഹിക്കട്ടെ.